ഇന്ന് നിങ്ങൾക്ക് എന്നെ കുറേ നാളായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു മീൽ പ്രെപ്പിൻ്റെ അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഓട്സ് ആണ്. ഡെയിലി 2 ഓട്ട് മീലാണ് എനിക്കുള്ളത്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രാവിലെ ഉണ്ടാക്കുമ്പോൾ തന്നെ 2 ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും. ഇതേ സെയിം ഐഡിയോളജിയാണ് ഞാൻ ചിക്കൻ റൈസ് വെച്ച് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് കാരണം മീൽ പ്രിപ്പ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വീക്കിലി ഓഫ് കിട്ടുന്ന സമയങ്ങൾ, അതായത് സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ഫുള്ളുള്ള മീൽസ്, അതായത് ചിക്കനും വെജിറ്റബിൾസും നിങ്ങൾ കുക്ക് ചെയ്ത് അതൊരു കണ്ടെയ്നറിലാക്കി, ഓരോ കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ദിവസം ഇരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതെടുത്ത് റീഹീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഈ റൈസ് ഞാൻ നോർമലി രാവിലെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. അപ്പോൾ കുറച്ച് മണിക്കൂർ വരെ ഫ്രിഡ്ജിനകത്ത് സേഫ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾ ട്രാവലിങ്ങിന് വല്ലതും പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയിൽഡ് എഗ്സ്, അതായത് ഹാർഡ് ബോയിൽഡ് എഗ്സ് നിങ്ങൾക്ക് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 3-4 മണിക്കൂർ അത് ഫ്രഷ് ആയിട്ടിരിക്കും. അതേ സെയിം പ്രിൻസിപ്പിളിൽ തന്നെ നിങ്ങൾക്ക് ചിക്കനും അതുപോലെ ഉപയോഗിക്കാം. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. ഇനി മീൽ പ്രിപ്പ് ചെയ്യാൻ സമയമില്ലാത്തവർക്കും പ്രിസർവ് ചെയ്ത് കുക്ക് ചെയ്ത് റീഹീറ്റ് ചെയ്ത് കഴിച്ചിട്ട് ജിമ്മിൽ പോവാം.